ഹലോ, ഇറ്റ്സ് മീ അനിത നിബു. വെൽക്കം ടു AN ബ്ലോഗ്സ്. ഇന്ന് ഞാൻ ചെയ്യുന്നത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് ന്യൂ മോംസിനും റീസെൻ്റായിട്ട് ഇനി അമ്മമാരാകാൻ പോകുന്നവർക്കും വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അതായത് എൻ്റെ മോൾക്ക് ഇപ്പോൾ 10 മാസമുണ്ട്. അവൾ ജനിച്ച സമയം മുതൽ ഈ ഒരു ടൈം വരെ ഒരു ദോഷവും എനിക്ക് തോന്നാതെ ഒരു കണ്ടിന്യൂസ്ലി റിപ്പീറ്റഡ്ലി ഞാൻ യൂസ് ചെയ്ത് വരുന്ന കുറച്ച് പ്രോഡക്റ്റ്സാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. പിന്നെ ഈ പ്രോഡക്റ്റ്സ് എല്ലാം ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്ന പ്രോഡക്റ്റ് ഏറ്റവും കൂടുതൽ എൻ്റെ മോൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ബിഫോർ നാപ്പി എന്നാണ്. ബിഫോർ നാപ്പി ക്രീം, അതായത് റാഷസ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ക്രീമാണ്. ഇത് ഞാൻ ആക്ച്വലി അവൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ ഒരു ഹോസ്പിറ്റലിൽ ആയിരുന്ന സമയം മുതൽ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഞാൻ മോൾക്ക് വേണ്ടി ഡെലിവറി ബാഗൊക്കെ പർച്ചേസ് ചെയ്ത സമയത്ത് വേറൊരു ക്രീമായിരുന്നു വാങ്ങിച്ചു വെച്ചിരുന്നത്. പക്ഷേ ഇത് എൻ്റെ ഡോക്ടർ, മോളുടെ പീഡിയാട്രീഷ്യൻ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ക്രീമാണ് ഈ ബിഫോർ നാപ്പി. അപ്പോൾ ബിഫോർ നാപ്പി ആമസോണിൽ അവൈലബിൾ ആണ്. 75 ഗ്രാമിൻ്റെ ട്യൂബാണ്. അതിന് 247 രൂപയാണ് ഈ 75 ഗ്രാമിൻ്റെ ട്യൂബ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു നഷ്ടവും വരുന്നില്ല. കാരണം ഇതിപ്പോൾ എൻ്റെ മോള് ജനിച്ച സമയത്ത് ഇപ്പോൾ 2024 മെയ് 22 അവൾ ജനിച്ചത്. അപ്പോൾ ഈ മെയ് 22 ആകുമ്പോഴത്തേക്ക് ഒരു വയസ്സാകാൻ പോകുന്നു. അപ്പോൾ അവൾ ജനിച്ച സമയം മുതൽ ഞാൻ യൂസ് ചെയ്യുന്ന റാഷ് ക്രീമാണ്. ഇപ്പോഴും ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനൊരു ട്യൂബിലാണ് വരുന്നത്. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് റാഷസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ ബോഡി ഫുള്ളും ഒന്നും ഇത് തേക്കുന്നില്ല. പ്രൈവറ്റ് ഏരിയാസിൽ മാത്രമാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 75 ഗ്രാമിൻ്റെ ട്യൂബ് ഇപ്പോൾ മോൾക്ക് ഒരു വയസ്സാവുന്ന വരെ ഞാൻ ഈ സെയിം ട്യൂബ് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പം നിങ്ങൾ ആമസോണിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പാക്കേജിങ് ആയിരിക്കില്ല കാണാം. അവർ പുതിയ പാക്ക്, ടെഡി ബാറിൻ്റെ പുതിയ പാക്ക് അവർ ഇറക്കിയിട്ടുണ്ട്, ഈ ബിഫോർ നാപ്പിയുടെ തന്നെ. അപ്പോൾ അതായിരിക്കും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. മേ ബി ചിലപ്പോൾ ഇങ്ങനൊരു പാക്കേജിങ്ങിൽ തന്നെ നിങ്ങൾക്കിത് അവൈലബിൾ ആയിരിക്കും. കാരണം ഇപ്പോൾ സ്റ്റോക്കിലുള്ളത് ഇതേ ട്യൂബ് ഇപ്പോൾ സ്റ്റോക്കിൽ ഉള്ളത് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെയായിരിക്കും കിട്ടുക. അല്ല പുതിയതായിട്ട് അവർ ഇറക്കിയ ഒരു പർപ്പിളും വൈറ്റ് കളറും കൂടി ആയിട്ടുള്ളൊരു ട്യൂബാണ്. അതാണ് സ്റ്റോക്കിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതെങ്കിൽ നിങ്ങളിപ്പോൾ പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ അതായിരിക്കും കിട്ടുക. ഇപ്പോൾ രണ്ടാണെങ്കിലും സംഭവം സെയിമാണ്, ക്വാളിറ്റിക്കൊന്നും വ്യത്യാസമില്ല, സെയിം സാധനം തന്നെയാണ്. ഇത് എൻ്റെ മോൾക്കിത് യൂസ് ചെയ്തുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ആദ്യത്തെ ടൈം മുതൽ ഈ ഒരു ടൈം വരെ റാഷസ് വന്നിട്ടേ ഇല്ല. റാഷസ് വന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഒരു മോയ്സ്ചർ കീപ്പ് ചെയ്യുന്നുണ്ട്. എപ്പോഴും അവിടെ ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ ഈ റാഷ് ക്രീമിൻ്റെ കാര്യം പറയുമ്പോൾ ഡൈപ്പർ യൂസ് ചെയ്യുന്നത് ചിലവർ പറയുന്നത് കേൾക്കാൻ, ഞങ്ങൾ മക്കൾക്ക് ഡൈപ്പർ യൂസ് ചെയ്യുന്നില്ല, ക്ലോത്ത് നാപ്പീസാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ തുണിയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് റാഷ് ക്രീമിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയാം. പക്ഷേ നമ്മൾ ക്ലോത്താണ് യൂസ് ചെയ്യുന്നത്, മീൻസ് ക്ലോത്ത് ഡൈപ്പർ, ക്ലോത്ത് നാപ്പീസ് എന്താണ്, സൂപ്പർ ബോട്ടംസ് എന്താണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഇവർക്ക് ഈ പ്രൈവറ്റ് ഏരിയാസിൽ ഒരു തടിപ്പ് പോലെ വരാം, റെഡ് കളർ റാഷസ് വരാം, കുരു പോലെയൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ അതൊന്നും ഉണ്ടാവാതിരിക്കാൻ, അവിടെ ഹെൽത്തി ആയിട്ട് നമ്മുടെ മക്കളെ കീപ്പ് ചെയ്യാനായിട്ട് ഇത് നല്ലതാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് മോളുടെ മോയ്സ്ചറൈസിങ് ക്രീമാണ്. മോൾക്ക് വേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ 3 മാസം ഞാൻ അവൾക്ക് അട്ടോഗ്ല എന്ന് പറയുന്ന ടെഡി ബാറിൻ്റെ തന്നെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതും പീഡിയാട്രീഷ്യൻ സജസ്റ്റ് ചെയ്തതായിരുന്നു. നല്ലൊരു ക്രീമായിരുന്നു. പക്ഷെ ഞാനത് ഫസ്റ്റ് 3 മന്ത്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ റീസൺ ഞാൻ പറയാം. ഞാൻ മോൾക്ക് ആകെ യൂസ് ചെയ്യുന്നത് ഡൈപ്പർ റാഷ് ക്രീം യൂസ് ചെയ്യും, അതുപോലെ തന്നെ ഈ ബിഫോർ നാപ്പി യൂസ് ചെയ്യും, പിന്നെ അട്ടോഗ്ലയുടെ മോയ്സ്ചറൈസിങ് ക്രീം. ഇത് രണ്ടുമായിരുന്നു മോൾക്ക് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അട്ടോഗ്ലയുടെ മോയ്സ്ചറൈസിങ് ക്രീം ഫസ്റ്റ് 3 മന്ത്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് ഒരു 100 ഗ്രാമിൻ്റെ ട്യൂബാണ്. നല്ല ക്രീമാണത്, 100 ഗ്രാമിൻ്റെ ട്യൂബാണ്. അതിന് 317 രൂപയാണ് ഈ 100 ഗ്രാമിൻ്റെ ട്യൂബിന്. ഇപ്പം എൻ്റെ കയ്യിലില്ല, കാരണം അത് യൂസ് ചെയ്യുമ്പോൾ തീർന്നു പോലെ. ഞാൻ പറഞ്ഞു 3 മന്ത്സ് വരെ മാത്രമേ അത് യൂസ് ചെയ്തിട്ടുള്ളൂ. അതിന് ശേഷം ഞാൻ വേറൊരെണ്ണം സെർച്ച് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
317 രൂപ എനിക്ക് ഇത്തിരി അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. ജെന്യുവനായിട്ട് പറയുകയാണെങ്കിൽ അതാണ് റീസൺ. കാരണം പെട്ടെന്ന് തന്നെ അത് തീരുകയും ചെയ്യുന്നു. കാരണം മോൾക്ക് ഞാൻ 2 നേരം യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വേഗം തീരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു അഫോർഡബിൾ ഓപ്ഷൻ സെർച്ച് ചെയ്തു. അങ്ങനെ സെർച്ച് ചെയ്ത് ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു അഫോർഡബിൾ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷനായിരുന്നു പാരച്യൂട്ടിൻ്റെ ബേബി മോയ്സ്ചറൈസിങ് ക്രീം. ഇങ്ങനത്തെ ഒരു ട്യൂബിലാണത് വരുന്നത്. ഇതിപ്പോൾ ട്യൂബ് ഒരു 100 ഗ്രാമിൻ്റെ ട്യൂബാണ്. അതിന് 93 രൂപയാണ്. 100 ഗ്രാമിൻ്റെ ട്യൂബിന് 93 രൂപയാണ് ഈ പാരച്യൂട്ടിൻ്റെ മോയ്സ്ചറൈസിങ് ബേബിക്ക്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ആദ്യം വാങ്ങിക്കുന്ന സമയത്ത് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും. പക്ഷെ എന്നാലും സേഫ് ടു യൂസ് ആണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് മോക്ക് ഞാനത് ഉപയോഗിച്ചത്. എന്നാലും ആദ്യം ഒരു പാച്ച് ടെസ്റ്റൊക്കെ ട്രൈ ചെയ്തു, എന്നിട്ടാണ് തുടങ്ങിയത്. കാരണം ആദ്യം ഞാൻ മോൾക്ക് യൂസ് ചെയ്തിരുന്നത് പീഡിയാട്രീഷ്യൻ സജസ്റ്റ് ചെയ്ത ക്രീമാണ്. ഇത് രണ്ടാമത് ഞാനായിട്ട് കണ്ടുപിടിച്ചൊരെണ്ണം യൂസ് ചെയ്യുകയാണല്ലോ. അപ്പോൾ യൂസ് ചെയ്ത് നോക്കി. പക്ഷേ ഞാൻ പറയട്ടെ, ഫോർച്ചുനേറ്റ്ലി അട്ടോഗ്ലയുടെ ഒപ്പം തന്നെ അതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തു യൂസ് ചെയ്തപ്പോൾ. ഒരു കുഴപ്പവുമില്ല യൂസ് ചെയ്തിട്ട് മോൾക്ക്. അതിൻ്റെ തന്നെ, അതായത് റാഷസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ബോഡിയിൽ. ഈ തരിതരി പോലെ ചില ക്രീമും ലോഷനൊക്കെ ഇട്ടാൽ കുഞ്ഞുമക്കൾക്ക് അങ്ങനെ വരുന്ന കേട്ടിട്ടുണ്ട്, ഈ പൊങ്ങി ബോഡിയിലൊക്കെ വരുന്നത്. അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അലർജിക് റിയാക്ഷൻസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ കോക്കനട്ട് മിൽക്കൊക്കെ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്റ്റാണിത്. നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം, കുഞ്ഞുമക്കൾക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു പ്രൊഡക്റ്റാവും. യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ല. ഈ റെഡ്നെസ്സൊക്കെ വരുന്നത് ഇത് പ്രിവെൻറ്റ് ചെയ്യും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബോഡിയിൽ ഈ ചുവന്ന തടിപ്പ് പോലെ വരുന്നത്, അതൊക്കെ ഇത് തേച്ച് കഴിഞ്ഞാൽ മാറും. നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പം അഫോർഡബിളും ആണ്, എന്നാൽ സേഫുമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു പ്രൊഡക്റ്റ്. എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാം, ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്ത് നമുക്ക് മക്കൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ അട്ടോഗ്ലയും നല്ലൊരു ഓപ്ഷനാണ്. ഞാൻ എന്തായാലും, കാരണം എൻ്റെ മോൾക്ക് 3 മാസം ഞാൻ അട്ടോഗ്ലയും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അട്ടോഗ്ലയുടെയും ഈ പാരച്യൂട്ടിൻ്റെ മോയ്സ്ചറൈസിങ്ങിലും രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. അട്ടോഗ്ലയുടെയും ഞാൻ എന്തായാലും പ്രൊവൈഡ് ചെയ്തേക്കാം. പിന്നെ ഞാൻ മോൾക്ക് യൂസ് ചെയ്തിട്ടുള്ളത് പാരച്യൂട്ടിൻ്റെ തന്നെ നറിഷിങ് ഷാമ്പൂ ആണ്. ബേബി നറിഷിങ് ഷാമ്പൂ എന്ന് പറഞ്ഞ് കിട്ടും. അതും പാരച്യൂട്ടിൻ്റെ തന്നെയാണ് ബേബി ഷാമ്പൂ. ഇതുപോലൊരു ബോട്ടിലായിരിക്കും. ഇതിൻ്റെ 200 ml 123 രൂപയാണ്. അപ്പം ഇതും വാങ്ങിക്കുന്നത് വളരെ എനിക്ക് നല്ലതായിട്ട് തന്നെയാണ് തോന്നിയത്. കാരണം നമുക്ക് നല്ല വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിലിൻ്റെയൊക്കെ ഒരു അത് കയ്യിലെടുക്കുമ്പോഴാണെങ്കിലും ആ ഷാമ്പൂ നമുക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്യും, ഒരു സ്മെല്ലും അതൊക്കെ അങ്ങനെ ഫീൽ ചെയ്യും. അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇതിനകത്ത് ടെൻഡർ കോക്കനട്ട് വാട്ടറും വെർജിൻ കോക്കനട്ട് ഓയിലും വെച്ചിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞുമക്കൾക്ക് വളരെ സേഫായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ടിയർ ഫ്രീ ആണ്. നമ്മൾ എത്രയൊക്കെ സൂക്ഷിച്ച് ഹെയർ വാഷ് ചെയ്താലും തിരിയൊക്കെ കണ്ണിൽ പോകും. അപ്പോൾ അവർ ടിയർ ഫ്രീ ആയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമായിരിക്കും. അപ്പോൾ എൻ്റെ മോൾക്കാണെങ്കിൽ നല്ലോണം മുടിയുണ്ട്. അപ്പോൾ ഷാമ്പു ഇല്ലാതെ ഒരു നിവൃത്തിയില്ല. കാരണം അല്ലെങ്കിൽ ഡാൻഡ്രഫും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ അവൾക്ക് സേഫായിട്ട് അവളുടെ മുടിക്കും അതുപോലെ അവളുടെ കണ്ണിൽ പോയാലും ദോഷം വരാത്ത രീതിയിലുള്ളതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ പാരച്യൂട്ടിൻ്റെ ഷാമ്പു. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സൂപ്പർ ബോട്ടാണ്. ഡ്രൈ ഫീൽ ലങ് ബോട്ട്സ് എന്ന് പറഞ്ഞാണ് ഇത് അവൈലബിൾ ആവുന്നത്. ഇത് ഞാൻ മോൾക്ക് ആദ്യമൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാഷ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടായിരുന്നു. കാരണം മോളെ നോക്കാനും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലോത്ത് യൂസ് ചെയ്യാൻ തന്നെ, കാരണം അപ്പോൾ അറിയാമല്ലോ കുഞ്ഞു മക്കളായിട്ടിരിക്കുമ്പോഴത്തേക്കും യൂറിനാണെങ്കിലും അവർ പൂപ്പിംഗ് ആണെങ്കിലൊക്കെ അപ്പോൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ക്ലോത്ത് യൂസ് ചെയ്യാന്നുള്ളത് ആ ടൈമിൽ എനിക്ക് പോസിബിൾ അല്ലായിരുന്നു. അപ്പോൾ ആ ടൈമിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഡൈപ്പേഴ്സ് തന്നെയാണ്, പ്ലാസ്റ്റിക് ഡൈപ്പർ തന്നെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ പ്ലാസ്റ്റിക് ഡൈപ്പർ ഒരു ലിമിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനായിട്ട് തന്നെ തീരുമാനിച്ചു ഇത് നമുക്ക് മാറ്റണം. കാരണം നമുക്ക് ഒത്തിരി പൈസ സേവ് ചെയ്യാൻ പറ്റും. പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഈ ഡൈപ്പർ പ്ലാസ്റ്റിക് ഡൈപ്പർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പോസ് ചെയ്യുന്നത് ഒത്തിരി മെനക്കേടുള്ള പണിയാണ്. ആ ജെല്ല് മാറ്റി
അതിൻ്റെ സംഭവങ്ങളൊക്കെ ഉണക്കിയൊക്കെ കൊടുത്താൽ മാത്രമേ ഈ വേസ്റ്റ് നമ്മുടെ വീട്ടിലെടുത്തുകൊണ്ട് കൊണ്ടുപോകുള്ളൂ. അല്ലെങ്കിൽ നമുക്കത് കത്തിച്ച് കളയണമെങ്കിൽ തന്നെ ആ ജെല്ലൊക്കെ എടുത്ത് മാറ്റിയിട്ട് അത് ഉണക്കി വൃത്തിയാക്കിയാൽ മാത്രമേ കത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ക്ലോത്തിലേക്ക് സ്വിച്ച് ഓൺ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 മന്തൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ, 3 മന്തല്ല, അതിന് മുമ്പ് തന്നെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് ലംഗോട്ട്സ്. ഈ ലംഗോട്ട് എന്ന് പറയുന്നത് നമ്മൾ കെട്ടുന്ന ടൈപ്പാണ്, അല്ലാതെ ഇങ്ങനെ ഈ ട്രൗസേഴ്സൊക്കെ പോലെ കയറ്റിയിടുന്ന ടൈപ്പല്ല, കെട്ടുന്ന ടൈപ്പ് ലംഗോട്ടാണ്. നിങ്ങളുടെ മക്കൾക്ക് ഒരു വയസ്സ് വരെയൊക്കെ അത് യൂസ് ചെയ്യുന്നത് തന്നെയായിരിക്കും ബെറ്റർ, ഇങ്ങനെ കെട്ടുന്ന ടൈപ്പ്. കാരണം ഈ അവർ പൂപ്പ് ചെയ്തൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ വലിച്ചൂരുന്നതിനേക്കാളും ബെറ്റർ ഇങ്ങനെ കെട്ടുന്നതാണെങ്കിൽ നമുക്കത് സ്മൂത്തായിട്ട് അത് അഴിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനത്തെ ലംഗോട്ട്സ് വാങ്ങിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതിൻ്റെ റേറ്റ് വേരിയേഷൻസ് വരുന്നുണ്ട്, അപ്പോൾ വേരിയേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 3 എണ്ണത്തിൻ്റെ പാക്കിന് 483 രൂപയായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം, നമ്മൾ എന്ത് പ്രൊഡക്റ്റും ബൾക്കായിട്ട് വാങ്ങിക്കുന്നതിന് മുന്നേ ആദ്യം വാങ്ങിച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ ആദ്യം ഞാനിത് 3 എണ്ണം വരുന്ന ഒരു പാക്ക് വാങ്ങിച്ചു, 483 രൂപയുടെയാണ്. അത് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കി, ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഞാൻ പിന്നെ മോൾക്ക് ഇങ്ങനത്തെ 15 എണ്ണം വാങ്ങിച്ചു. 15 എണ്ണം വാങ്ങിച്ചു. എനിക്ക് അത്രയും യൂസ്ഫുള്ളായിട്ടത് ഫീൽ ചെയ്തിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മെസ് ഫ്രീ ആയി കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ. അതായത് പൂപ്പ് ചെയ്യുന്ന ടൈമിലാണെങ്കിലും നമുക്കത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത് റിമൂവ് ചെയ്യാനും വാഷ് ചെയ്യാനും, റിമൂവ് ചെയ്ത് അത് വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ആക്കാനൊക്കെ പറ്റും. പിന്നെ ആണെങ്കിൽ ഇതിൽ മൂത്രമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1-2 തവണ കുഞ്ഞ് മൂത്രം ഒഴിക്കുന്നത് വരെ ഇത് അബ്സോർബ് ചെയ്ത് നിർത്തും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറ്റാവും. വെറ്റാകുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൂത്രം പുറത്തേക്കായിട്ട് ഇങ്ങനെ സ്പില്ല് ചെയ്ത് വരില്ല, പക്ഷേ ആ നനവിങ്ങനെ തങ്ങി നിൽക്കും. അപ്പോൾ നമുക്കത് അറിയാൻ പറ്റും. അപ്പം തന്നെ നമുക്ക് അവർക്ക് ഇത് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് അടുത്തത് ഇടിയിപ്പിക്കാം. പിന്നെ ഞാൻ ഈ ഒരു ലംഗോട്ട്സ് യൂസ് ചെയ്യുന്ന ടൈമിലും ഞാൻ പറഞ്ഞല്ലോ, ബിഫോർ നാപ്പി ഞാൻ അപ്പോഴും യൂസ് ചെയ്യുമായിരുന്നു കേട്ടോ. ബിഫോർ നാപ്പി 2 നേരം യൂസ് ചെയ്യും ദിവസം. അതായത് രാവിലെ അവളെ കുളിപ്പിക്കുമ്പോഴും അതുപോലെ തന്നെ വൈകിട്ട് മേല് കഴിക്കും. അത് കഴിച്ചതിന് ശേഷം പ്രൈവറ്റ് ഏരിയയിൽ നമ്മളത് യൂസ് ചെയ്യും. ആ ക്രീം യൂസ് ചെയ്തിട്ടാണ് ലംഗോട്ട്സ് കെട്ടിക്കൊടുക്കുന്നത്. പിന്നെ നൈറ്റ് ടൈമിൽ ഞാൻ ലംഗോട്ട്സ് അവോയ്ഡ് ചെയ്യും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഉറക്കത്തിനൊരു തടസ്സം വരരുത്. കാരണം നനവ് വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് പിള്ളേർ കോൺഷ്യസ് ആയിട്ട് എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഉറക്കം അവിടെ പോവല്ലേ. അപ്പോൾ അതുകൊണ്ട് രാത്രി ടൈമിൽ ഞാൻ ഡൈപ്പർ യൂസ് ചെയ്യും, പ്ലാസ്റ്റിക് ഡൈപ്പർ തന്നെ യൂസ് ചെയ്യും. കാരണം ഇപ്പോൾ രാത്രിത്തേക്ക് മാത്രം ഡൈപ്പർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അത്രയും പൈസയും ചിലവാകുന്നില്ല, വേസ്റ്റ് മാനേജ്മെൻറ്റിലും അത്രയും ബുദ്ധിമുട്ട് വരുന്നില്ല. അപ്പോൾ ആ ടൈമിൽ ഞാൻ പ്ലാസ്റ്റിക് ഡൈപ്പേഴ്സ് യൂസ് ചെയ്യും. അപ്പോൾ ലവ് ലാപ്പിൻ്റെയാണ് പ്ലാസ്റ്റിക് ഡൈപ്പേഴ്സ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇനി ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ലവ് ലാപ്പിൻ്റെ പ്രോഡക്റ്റ്സ് മോക്ക് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ലവ് ലാപ്പിൻ്റെ ഡൈപ്പർ കമ്പാരിറ്റീവ്ലി നമുക്ക് അഫോർഡബിളാണ്. പിന്നെ റാഷസോ കാര്യങ്ങളൊന്നും വരുത്തുന്നില്ല. മോക്ക് വളരെ എനിക്കത് യൂസ് ചെയ്തിട്ട് ഒരു ബുദ്ധിമുട്ടും തോന്നാത്ത രീതിയിൽ തന്നെയാണ് ഉള്ളത്. ധൈര്യമായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം. അഫോർഡബിളുമാണ്, സേഫുമാണ് കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട്. സ്കിന്നിൽ അലർജിയോ കാര്യങ്ങളോ ഇതുവരെ എനിക്ക് മോക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ആദ്യം മുതലേ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ലവ് ലാപ്പിൻ്റെ ഡൈപ്പർ. അത് ന്യൂ ബോൺ സൈസ് മുതൽ എക്സ്ട്രാ ലാർജ് ടൈപ്പ് വരെയൊക്കെ അവൈലബിൾ ആണ്. ഞാൻ മോക്ക് വാങ്ങിക്കുന്ന പാക്കറ്റ് എന്ന് പറയുന്നത് 38 എണ്ണമുള്ള പാക്കറ്റാണ്. ഒരെണ്ണത്തിൽ 38 എണ്ണം ഉണ്ടാവും. ഇപ്പോൾ അവർക്ക് യൂസ് ചെയ്യുന്നത് സ്മോൾ സൈസാണ്. 4 മുതൽ 8 കിലോ വരെയുള്ള കുഞ്ഞുങ്ങൾക്കായിട്ടുള്ള സ്മോൾ സൈസാണ് ഇപ്പോൾ അവർക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മോൾ 7 കിലോ ഉണ്ട്. അപ്പോൾ 8 കിലോ വരെ ഉള്ള മക്കൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡൈപ്പറാണ് ഇപ്പോൾ നമ്മൾ ലവ് ലാപ്പിനെ യൂസ് ചെയ്യുന്നത്. അതും പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് വളരെ നല്ലതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു പാക്കറ്റാണ് ഇപ്പോൾ യൂസ് ചെയ്ത് ഇത്രയായി മോക്ക്. 38 എണ്ണമുള്ള ഒരു പാക്കറ്റാണ്. ഓക്കെ, അപ്പോൾ ഈ 38 എണ്ണത്തിൻ്റെ ഈ പാക്കറ്റിന് 299 രൂപയാണ്. അപ്പോൾ സേഫായിട്ട് മോൾക്ക് ഉപയോഗിക്കാനും പറ്റും, അഫോർഡബിളും ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലവ് ലാപ്പ് സെലക്ട് ചെയ്തത്. ലവ് ലാപ്പിൻ്റെ തന്നെ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വാഷിംഗ് ലിക്വിഡാണ്. അതായത് മോളിപ്പോൾ നമ്മുടെ മക്കൾ കളിക്കുമ്പോൾ
ഈ ടോയ്സൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ, ഇവരിത് തറയിലൊക്കെ ഇടും. ചിലപ്പോൾ തറയിൽ പൊടി ഉണ്ടാവും, ചിലപ്പോൾ നമ്മൾ മുറ്റത്തോട്ട് ഇവരെ കൊണ്ടുപോകുമ്പോൾ ഇവർ ഈ ടോയ്സ് എടുത്തുകൊണ്ട് വരും, മുറ്റത്തിടും. അല്ലെങ്കിൽ അവർ കഴിക്കുന്ന ഫുഡിൻ്റെ എന്തെങ്കിലും ടോയ്സിലാവും. അപ്പം നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ഈ ടോയ്സിലൊക്കെ അഴുക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. കാരണം നമ്മുടെ മക്കൾ എപ്പോഴും ആദ്യം ചെയ്യുന്ന കാര്യം ടോയ്സൊക്കെ എടുത്ത് വായിലോട്ട് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഹൈജീനായിട്ട് കീപ്പ് ചെയ്യണം. അപ്പോൾ ടോയ്സ് കഴുകണം. അതുപോലെ തന്നെ നമ്മൾ ഫീഡിങ് ബോട്ടിൽസ്, അവർക്ക് ഫീഡ് ചെയ്യുന്ന പാത്രം, സ്പൂണ്, ഗ്ലാസ്, ഇതെല്ലാം കഴുകാൻ വേണ്ടിയിട്ട് ഞാനൊരു വാഷിംഗ് ലിക്വിഡ്, അത് നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പോ അല്ലെങ്കിൽ ലിക്വിഡോ അല്ലാതെ ഞാൻ മോക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് തന്നെ ഒരു വാഷിംഗ് ലിക്വിഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും ലവ് ലാപ്പിൻ്റെ തന്നെ പ്രൊഡക്റ്റാണ്. അപ്പം ഞാൻ ആദ്യം ഇത് പർച്ചേസ് ചെയ്തത്, ഇതിൻ്റെ ഒരു ക്യാൻ പോലെ കിട്ടും, ലവ് ലാപ്പിൻ്റെ ഈ വാഷിംഗ് ലിക്വിഡ് ആയിട്ട് കിട്ടുന്ന അതിൻ്റെ ഒരു ക്യാനാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ആദ്യം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാൻ വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെയും ക്യാൻ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് റീഫില്ലിംഗ് പൗച്ച് എന്ന് പറഞ്ഞ് കിട്ടും, അത് വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റ് ടൈം വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ക്യാൻ വാങ്ങിക്കുക, പിന്നീട് പൗച്ച് വാങ്ങിച്ച് റീഫിൽ ചെയ്താൽ മതി. ക്യാനാണെങ്കിൽ 296 രൂപയും. അതിൻ്റെ റേറ്റ് അങ്ങോട്ട് മാറും കേട്ടോ. ഇപ്പം ഞാൻ പറയുന്നത് ചിലപ്പോൾ റേറ്റ് ആയിരിക്കില്ല, നിങ്ങളിപ്പോൾ നാളെ എടുത്ത് നോക്കുമ്പോൾ റേറ്റിന് വേരിയേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കിയേക്കുക. എന്തൊക്കെ പറഞ്ഞാലും 300 കടന്നു പോവില്ല കേട്ടോ, 300-നുള്ളിൽ തന്നെ നിൽക്കും. പിന്നെ ഇതിൻ്റെ റീഫില്ലിംഗ് പൗച്ചിന് 1000 ml ആണ് കേട്ടോ, 1000 ml ആണ്, 266 രൂപയാണ്. ഇങ്ങനൊരു പൗച്ചാണ് റീഫില്ലിംഗ് പൗച്ച്. അപ്പം ഇതും 1000, ഈ റീഫില്ലിംഗ് പൗച്ചും വന്നിട്ട് 1000 ml ആണ്. അപ്പം ഇത് വാങ്ങിക്കുന്നത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ്. അപ്പം നമ്മുടെ മക്കളുടെ ടോയ്സ് ആണെങ്കിലും അവരെപ്പോഴും വായിൽ വെച്ച് കളിക്കുന്ന എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഇത് വെച്ച് വാഷ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കുക. അപ്പോൾ ഹൈജീനാക്കി വെക്കാനായിട്ട് എന്തുകൊണ്ടും വളരെ നല്ല ഒരു ഓപ്ഷനാണ് ഈ ലവ് ലാപ്പിൻ്റെ വാഷിംഗ് ലിക്വിഡ്. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ മോക്ക് യൂസ് ചെയ്യുന്നത് ലവ് ലാപ്പിൻ്റെ സോപ്പാണ്, മോയ്സ്ചറൈസിങ് ബാർ. അത് 3 ഉള്ള ഒരു പാക്കറ്റാണ്. ഇപ്പോൾ എനിക്കത് നിങ്ങൾക്ക് ഇങ്ങനെ എടുത്ത് കാണിച്ചു തരാൻ പാകത്തിന് എൻ്റെ കയ്യിലില്ല. കാരണം ഞാനിപ്പോൾ ലേറ്റസ്റ്റായിട്ട് പർച്ചേസ് ചെയ്തതിൻ്റെ ആ പാക്കിലുണ്ടായിരുന്ന അവസാനത്തെ സോപ്പാണ് ഇപ്പോൾ മോക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിയാറായിരിക്കുകയാണ്. ഇനി ന്യൂ പാക്കറ്റ് ഇപ്പോൾ വാങ്ങിക്കും ഉടനെ. റിപ്പീറ്റഡ്ലി കണ്ടിന്യൂസ്ലി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മോക്ക് ഉപയോഗിക്കുന്ന ഒരു സോപ്പാണ് ലവ് ലാപ്പിൻ്റെ മോയ്സ്ചറൈസിങ് ബാർ. അത് ഒരു പാക്കറ്റിൽ 3 അവൈലബിൾ ആയിരിക്കും. ഈ 3 ഉള്ള ഒരു പാക്കറ്റിന് 220 രൂപയാണ്. ഇതും അഫോർഡബിളാണ്, സേഫാണ്, കുഞ്ഞുങ്ങൾക്ക് യൂസ്, ടിയർ ഫ്രീ ആണ്. ഇപ്പം ഞാൻ ഷാമ്പൂവിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതും ടിയർ ഫ്രീ ആണ്. പിന്നെ ഈ സോപ്പിന് ഒരു ഇതുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇങ്ങനെ മെൽട്ടായ പോലെ ആവും പെട്ടെന്ന് തന്നെ. പക്ഷെ അത് നല്ലതാണ്. കാരണം ഈ സോപ്പ് ഹാർഡനായിട്ട് എപ്പോഴും ഇരിക്കുന്നത് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കെമിക്കൽസൊക്കെ യൂസ് ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇത് പെട്ടെന്ന്, നമ്മൾ സെബാമിഡിൻ്റെ സോപ്പ് യൂസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെയാണ്, പെട്ടെന്ന് ഇങ്ങനെ മെൽറ്റായി പോകുന്ന പോലെ. അതായത് വെള്ളം ഇത്തിരി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സോപ്പിൻ്റെ ബോക്സിൽ ഇത്തിരി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് മെൽറ്റായി പോകുന്ന പോലെ ഫീലിംഗ്. പക്ഷേ എന്നിരുന്നാലും നല്ലൊരു ഓപ്ഷനാണ്, അത് യൂസ് ചെയ്യുക. നമുക്ക് അഫോർഡബിളായിട്ടും സേഫായിട്ടും കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ലവ് ലാപ്പിൻ്റെ സോപ്പ്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് മോൾക്ക് 6 മാസം മുതൽ യൂസ് ചെയ്യുന്ന ഫീഡിങ് ബോട്ടിലാണ്. ഇത് R4 റാബിറ്റ് എന്നാണ് അതിൻ്റെ പേര്. ഈ ഒരു ഫീഡിങ് ബോട്ടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കി ഞാൻ വാങ്ങിച്ചാണ്, എങ്ങനെയുണ്ട് അറിയാം എന്നോർത്ത് ഇങ്ങനെ വാങ്ങിച്ചാണ്. പക്ഷെ വളരെ നല്ല പ്രൊഡക്റ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. 6 മാസം വരെ നമുക്ക് യൂസ് ചെയ്യുന്ന ലവ് ലാപ്പിൻ്റെ ഫീഡിങ് ബോട്ടിലായിരുന്നു. ജസ്റ്റ് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇത് ഞാൻ വാങ്ങിച്ചു നോക്കിയതാണ്, പക്ഷെ നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞതേ ഉള്ളൂ. ലവ് ലാപ്പിൻ്റെ ഫീഡിങ് ബോട്ടിൽ അതും ഇതുപോലെ 3 വരുന്ന പാക്കേജായിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ലവ് ലാപ്പിൻ്റെ ഫീഡിങ് ബോട്ടിൽ. അത് വളരെ നല്ലതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മോക്ക് കുറച്ചും കൂടി വലുപ്പമുള്ള, അതായത് അത് 150 ml ആയിരുന്നു, 250 ml ആണത്. 250 ml R4 റാബിറ്റിൻ്റെ ഈ വാട്ടർ ബോട്ടിലിന് 198 രൂപയാണ്. നല്ല ക്വാളിറ്റിയൊക്കെയുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം ചൂടും ഒക്കെ കൊള്ളുന്നൊരു കുപ്പിയാണ്. നമ്മുടെ മക്കൾക്ക് 6 മാസം മുതലുള്ള കുട്ടികൾക്കാണ് കേട്ടോ ഇത് യൂസ് ചെയ്യേണ്ടത്. കാരണം അവർക്ക് പിടിച്ച് കുടിക്കാനും കുഞ്ഞായിരിക്കുമ്പോൾ കുറച്ചുകൂടി ലവ് ലാപ്പിൻ്റെ ആയിരിക്കും ബെറ്റർ എനിക്ക് തോന്നുന്നു.
R4 ഹാബിറ്റിന് ഞാൻ യൂസ് ചെയ്തത് 6 മാസം മുതലാണ് യൂസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അതും എനിക്ക് ഒത്തിരി ഉപകാരമായിട്ടുള്ളൊരു. ഇതൊക്കെയാണ് എൻ്റെ യാമി മോൾക്ക് അവൾ ജനിച്ചപ്പോൾ മുതൽ ഇപ്പോൾ 10 മാസമായി ആ ഒരു ടൈം വരെ ഞാൻ കണ്ടിന്യൂസ്ലി ആൻഡ് റിപ്പീറ്റഡ്ലി പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്ട്സ്. ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാത്ത കുറച്ച് പ്രോഡക്ട്സ് ഉണ്ടല്ലോ, മീൻസ് ഞാൻ യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാത്തത് ഇപ്പം എൻ്റെ അടുത്ത് അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ കാണിക്കാതിരുന്നത്. അതുപോലെ തന്നെ ഞാൻ നമുക്ക് ഡ്രൈ ഷീറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലവ് ലാപ്പിന്. അത് 227 രൂപയ്ക്ക് 2 ഡ്രൈ ഷീറ്റ് കിട്ടും. അതായത് ഇപ്പോൾ നമ്മൾ ഈ സൂപ്പർ ബോട്ടംസ് ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവർ കിടന്നുറങ്ങുന്ന സമയത്തൊക്കെ ഒരു ഉരുണ്ട് മറിയാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഡ്രൈ ഷീറ്റിൽ അനങ്ങാതെ കിടക്കും എന്നാരും പ്രതീക്ഷിക്കേണ്ട. അല്ലാതെ ഉറങ്ങുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ലങ്കോട്ടൊക്കെ പിടിപ്പിച്ചെങ്കിൽ എന്തെങ്കിലും ലീക്കേജ് സ്പില്ല് ഉണ്ടാവില്ല, എന്തെങ്കിലും ലീക്കേജ് ഉണ്ടായാൽ തന്നെ ആ ഡ്രൈ ഷീറ്റിലേക്ക് പോയിക്കോളും. അപ്പോൾ ഡ്രൈ ഷീറ്റ് ഞാൻ പർച്ചേസ് ചെയ്തതുപോലെ ലവ് ലാപ്പിൻ്റെ തന്നെയായിരുന്നു. 227 രൂപയ്ക്ക് 2 ഡ്രൈ ഷീറ്റ് കിട്ടുമായിരുന്നു. ബ്ലൂ, പിങ്ക്, പല കളേഴ്സിൽ നല്ല ഭംഗിയിൽ അവൈലബിളാണ്. അപ്പോൾ അതും ഞാൻ നോക്കിയതുപോലെ 2-3 സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ലവ് ലാപ്പിൻ്റെ ഞാൻ മോൾക്ക് പർച്ചേസ് ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒരു ബ്രാൻഡ് പ്രോഡക്റ്റാണ് ഈ ലവ് ലാപ്പിൻ്റെ എല്ലാം തന്നെ. ഞാനൊരു യൂട്യൂബിലൊരു ബിഗിനറാണ്, എനിക്ക് ആരും പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും തന്നിട്ടില്ല. ഇത് എൻ്റെ മോൾക്ക് യൂസ് ചെയ്ത് ഞാൻ ജെനുവിനായിട്ട് പറയുന്ന റിവ്യൂ ആണ്. അപ്പോൾ ധൈര്യമായിട്ട് ഈ പ്രോഡക്റ്റ്സ് എല്ലാം നിങ്ങൾക്ക് വാങ്ങിക്കാം. കാരണം എൻ്റെ മോൾക്ക് യൂസ് ചെയ്ത് എനിക്ക് അത്രയും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എല്ലാ പ്രോഡക്റ്റ്സും തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ പ്രോഡക്ട്സിനും, അതായത് ജസ്റ്റ് കാണിക്കാതെ മെൻഷൻ ചെയ്ത് പോയ പ്രോഡക്ട്സിൻ്റെ വരെ ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ ഇനി പുതിയതായിട്ട് അമ്മമാരാകാൻ പോകുന്നവർ, അതായത് ഇപ്പോൾ ഹോസ്പിറ്റൽ ബാഗൊക്കെ പാക്ക് ചെയ്ത് പർച്ചേസൊക്കെ ചെയ്ത് റെഡിയായിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുന്ന അമ്മമാരുണ്ടാവും. അതുപോലെ ഇപ്പോൾ ജസ്റ്റ് അമ്മമാരായിട്ടുള്ളവരുണ്ടാവും. ഇപ്പോൾ കുഞ്ഞിന് 6 മാസം അല്ലെങ്കിൽ 4 മാസമൊക്കെ ഉള്ള അങ്ങനെയുള്ള അമ്മമാരുണ്ട്. അപ്പം ആരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിലും അവർക്കിത് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ യൂട്യൂബിലൊരു ബിഗിനറാണ്. അപ്പോൾ ഇത് ഞാൻ ഇടുന്ന വീഡിയോസിൽ എൻ്റെ 3ാമത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഇത് കാണുന്ന എല്ലാവർക്കും ഇത് യൂസ്ഫുള്ളാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കാണോ ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് അവർക്ക് ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.